ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രസ്റ്റ് മീറ്റ്സ്. എൻ്റെ പേര് അശ്വതി. അപ്പം ഞാൻ ഇന്നൊരു ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കുറേ ക്രിയേറ്റേഴ്സ് ബ്ലൈൻഡ് ബാഗ് വീഡിയോ ചെയ്യുന്ന കണ്ട് എടാ ഇതെന്താണ് സംഭവം എന്നുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാൻ പോയി കുറേ വീഡിയോസ് കണ്ട് എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ ഈ ഒരു ബ്ലൈൻഡ് ബാഗ് ചെയ്യുന്നത്. ഇതിന് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെ ഞാൻ ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൂടിയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ മെയിൻ കവർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സാധാരണ ക്രിയേറ്റേഴ്സ് A4 പേപ്പർ എടുക്കാനാണ് പറയുന്നത്. ഞാൻ A4 ഷീറ്റ് അല്ല എടുത്തിട്ടുള്ളത്, സാധാ ഇച്ചിരി കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട്. BT21 തീമിലാണ് ഞാൻ ഈ ഒരു ബ്ലൈൻഡ് ബാഗ് ചെയ്യുന്നത്. സാധാരണ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ പേപ്പർ കോപ്പിയൊക്കെ ഉപയോഗിച്ച് പതിപ്പിച്ചെടുക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ആ ആപ്പ് ഇല്ലാത്തത് കൊണ്ടും ഇതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് അത് സ്വന്തമായിട്ട് വരച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയെന്ന് തോന്നിയതുകൊണ്ടും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഭംഗിയായിട്ട് വരച്ചെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഭയങ്കര വരപ്പുകാരിയൊന്നും അല്ലാത്തത് കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ബ്ലാക്ക് പേന കൊണ്ട് അതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് ഭംഗിയാക്കി കൊടുക്കാമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ മുന്നേ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പവർ കട്ട് കാരണം എല്ലാം സെറ്റാക്കി വെക്കുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത്. അങ്ങനെ ഫൈനലി ഇന്ന് തന്നെ എടുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ തന്നെ ഞാൻ ബ്ലൈൻഡ് ബാഗ് എന്നൊക്കെ എഴുതി BT21 BTS കളക്ഷൻസ് എന്നൊക്കെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ട് ബാക്ക് പേജിൽ നമ്മൾ കോമൺ, റെയർ, എപ്പിക് എന്നൊക്കെ എഴുതുമല്ലോ, അതിനും സെയിം ബ്ലാക്ക് പെയിൻ ഉപയോഗിച്ച് ചെറിയൊരു ക്ലൗഡ് രൂപത്തിലൊന്ന് വരച്ചിട്ട് കുറച്ച് ബബിൾസ്, ഒരു 4 ബബിൾസ് അതിനകത്തൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ടൊരു ബാർകോഡ് എല്ലാ ബ്ലൈൻഡ് ബാഗിനകത്തും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് നമുക്കിതൊന്ന് കളർ ചെയ്തെടുക്കാം. നമുക്കിഷ്ടമുള്ള കളേഴ്സൊക്കെ നമുക്ക് കൊടുക്കാം. ഞാനിതിനകത്ത് എൻ്റെ കയ്യിലുള്ള കളേഴ്സ് എല്ലാം വെച്ചിട്ട് ഞാനൊന്ന് ഭംഗിയായിട്ടൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സിമ്പിൾ കളർ തീമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈൻസിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുത്തുകളൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു ബാർകോഡും ആർട്ട് നമ്പരും ഒക്കെ ചെയ്യാം. സാധാരണ ആർട്ട് നമ്പറൊന്നും ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാനിവിടെ ഒരു ആർട്ട് നമ്പറൊക്കെ കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇങ്ങനെ സ്കെയിൽ കൊണ്ടൊന്നും വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പിന്നെയും ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാർകോഡ് വരച്ചു, അതിൻ്റെ ആർട്ട് നമ്പരും കാര്യങ്ങളും ഒക്കെ എഴുതി അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളുടെ മറ്റൊരു മെയിൻ പ്രോസസ്സായ സെല്ലോ ടേപ്പ് ഒട്ടിക്കൽ പരിപാടിയാണ്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എങ്ങാനും ഒട്ടിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കീറി ഇങ്ങ് പോരും. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ഒരു മീഡിയം വലുപ്പത്തിൽ സെല്ലോ ടേപ്പാണുള്ളത്. ടേപ്പ് നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് 2 സൈഡിലേക്ക് നമ്മുടെ ടേപ്പ് എത്തുമോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ച് പിന്നീട് അപ്പുറത്തെ സൈഡ് ഒട്ടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേനും അവിടെ ചിലപ്പോൾ അത് എത്തണം എന്നില്ല. അതുകൊണ്ട് തന്നെ 2 സൈഡും എത്തുന്നുണ്ടോ എന്നൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ നമ്മൾ പേപ്പറിലേക്ക് ഒട്ടിക്കാൻ പാടുള്ളൂ. എങ്ങാനും നമുക്ക് ഇച്ചിരി കയറിപ്പോയി കഴിഞ്ഞ് നമ്മൾ വീണ്ടും അത് ഇളക്കിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പേപ്പർ മൊത്തത്തിൽ കീറി ഇങ്ങ് പോരും. എസ്പെഷ്യലി ചെറിയ ടേപ്പ് ഉപയോഗിക്കുന്നതിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. വലിയ ടേപ്പ് ഉള്ളവരാണെങ്കിൽ വലിയ ടേപ്പ് എടുത്താൽ മതി. ചെറിയ ടേപ്പ് ഉള്ളവർ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ താഴെയും അതുപോലെ ഒന്ന് 2 ഭാഗത്തും എത്തത്തക്ക രീതിയിൽ സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അത് നമ്മൾ സെക്യൂർ ചെയ്ത് ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മെയിൻ പേപ്പർ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിൻ ബ്ലൈൻഡ് ബാഗിൻ്റെ കവറിൻ്റെ 2 ഭാഗവും ഇതേണക്ക് സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെക്കാനുള്ള സ്ക്വിഷിയുടെ പേപ്പർ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. അതിനും ഞാൻ അത്യാവശ്യം കട്ടിയുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. സ്ക്വിഷിയിൽ ഞാൻ BT21 ടാറ്റയുടെ, അതായത് വിയോപ്പാൻ്റെ തീമിലാണ് ഞാൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനും നമ്മൾ ഇതുപോലെ 2 സൈഡും ഒന്ന് സെക്യൂർ ചെയ്തെടുക്കണം. നേരത്തെ പോലെ തന്നെ എങ്ങും കീറിപ്പോവാതെ 2 സൈഡും എത്തത്തക്ക രീതിയിലൊന്ന് സെറ്റ് ചെയ്യണം. ബാക്കി വരുന്ന സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് 2 ഭാഗവും സെക്യൂർ ആണെന്ന് ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം. കാരണം നമ്മൾ ഇതിൻ്റെ സ്ക്വിഷിക്കകത്ത് വെക്കാനുള്ള പഞ്ഞു കൂടെ വെക്കുമ്പോൾ അത് ഇളകി ഇങ്ങ് പോരരുത്. അപ്പം ആ ഒരു രീതിയിൽ 2 ഭാഗവും ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്ക്വിഷി ഉണ്ടാക്കാനുള്ള പേപ്പർ നമ്മൾ കട്ടിയുള്ളതാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് റീചെക്ക് ചെയ്യുക. കാരണം നമ്മൾ പഞ്ഞിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ സ്ക്വിഷി ഇച്ചിരി വലുതാവുമല്ലോ, അത് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അത് ചീത്തയായി പോകരുതല്ലോ. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞാനിവിടെ ടാറ്റ തീമിൽ അത് ഒരു ലവ് ചിഹ്നം പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു കോട്ടും ഞാൻ അതിൻ്റെ പുറകിലിങ്ങനെ എഴുതുന്നുണ്ട്.
ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് പേന കൊണ്ട് ഞാൻ ഒന്ന് വരച്ചെടുത്തിട്ട് കളർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ഔട്ടർ ലൈൻ കൊടുത്തിട്ട് പിന്നീട് അത് കളർ ചെയ്ത് എടുത്ത് സെറ്റാക്കാം എന്നതാണ് ഞാൻ തീരുമാനിച്ചേക്കുന്നത്. അങ്ങനെ ആദ്യം ഞാൻ ഒരു ഔട്ടർ ലൈൻ കൊടുത്തു, പിന്നീട് ഞാൻ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡിസൈനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാണുമ്പോൾ ഒരു ഭംഗിയും തോന്നണം, എന്നാൽ ഒരു എഫോർട്ട്ലെസ് ലുക്കായിരിക്കണം. അങ്ങനെ അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് പഞ്ഞി നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം കുറച്ച് പഞ്ഞി തന്നെ നമുക്ക് വേണം കേട്ടോ, എങ്കിലേ ആ ഒരു സ്ക്വിഷി സൗണ്ട് നമുക്ക് കേൾക്കുള്ളൂ. അപ്പോൾ ഞാൻ കവറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ ആയിട്ട് ഞാൻ പഞ്ഞി ഒന്ന് അകത്തേക്ക് വയ്ക്കുന്നുണ്ട്, സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ കയറ്റി ആവുന്നത് ഓൾമോസ്റ്റ് ഫില്ലായി വരുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമുക്കിത് ഒട്ടിക്കണമല്ലോ. എഗെയിൻ സെയിം വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കണം. കാരണം ഇവിടെ പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒട്ടിക്കാൻ ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ട്. പോരാത്തതിന് ചെറിയ സെല്ലോ ടേപ്പ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇച്ചിരി പാടുപെട്ടു അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിലൊന്ന് സെക്യൂർ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് 2 സൈഡിലായിട്ട്. സ്ക്വിഷീൻ്റെ ടോപ്പ് ഒട്ടിച്ച പോലെ തന്നെ സ്ക്വിഷി മൊത്തത്തിലും ഞാനൊന്ന് സെല്ലോ ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എങ്കിലേ ഒരു സ്ക്വിഷി സൗണ്ട് കിട്ടുള്ളൂ. സെല്ലോ ടേപ്പ് മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് ചെറിയൊരു പന്തിങ്ങിയ പോലെ ഒന്നും ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല സ്ക്വിഷി സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ASMR നിങ്ങളെ കേൾപ്പിക്കാം കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ സ്ക്വീഷി വെക്കാനുള്ള കവറാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി അധികം കട്ടിയൊന്നുമുള്ള പേപ്പറൊന്നും വേണമെന്നില്ല, ഒരു സാധാ പേപ്പർ മതിയാവും. അത് 2 സൈഡും നേരത്തെ പോലെ സെല്ലോ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ മാർക്കും പൂക്കളും കുറച്ച് തോരണങ്ങളും ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പേപ്പറിനകത്ത് യു ഗോട്ട് ലെജൻഡറി എന്ന് പറഞ്ഞിട്ട് ബൊറാഹെ എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് 2 പർപ്പിൾ ലവ് ചിഹ്നവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തേക്ക് ഞാൻ പർപ്പിൾ തീമിൽ തന്നെ ഒരു ചെറുതായിട്ട് റിബൺ ഒന്ന് കെട്ടി പേപ്പർ പിന്ന് 2 സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ BTS ലോഗോയും ഫിലിം ഔട്ട് BT21 തീമിൽ വരുന്ന ബുക്ക് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബട്ടർ തീമിൽ വരുന്ന BTS ലോഗോ റിങ് കൂടെ ഞാൻ ഇതിനകത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ 7 ഓപ്പാമാരുടെയും 7 കോഡ്സ് എഴുതിയ ഒരു പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നീട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് DIY സ്റ്റിക്കേഴ്സ് BT21 തീമിൽ തന്നെ ഒന്ന് വരച്ചെടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട്. പിന്നെ ടാറ്റ തീം ആയതുകൊണ്ട് തന്നെ ഒരു സ്ട്രോബെറിയുടെ നമ്മളൊരു റിങ് പോലത്തെ ഒരു സംഭവം കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഞാനൊരു ഗോൾഡൻ പാക്കറ്റിലാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതും DIY ചെയ്തെടുത്തത് തന്നെയാണ്, ആ ഒരു ബട്ടർ തീം പോലെ. ആ ഗോൾഡൻ റാപ്പ് വരുന്നതുകൊണ്ട് തന്നെ എൻ്റെ പ്രത്യേക ഭംഗിയുണ്ട്. ഇത് നമുക്ക് യുണീബിക്ക് ബിസ്ക്കറ്റ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാക്കിംഗ് ആണ്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ സ്ക്വീഷി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കവറിനകത്തേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ യു ഗോട്ട് ലെജൻഡറി എന്ന് പറയുന്ന ആ ഒരു പേപ്പറും അതുപോലെ തന്നെ ടാറ്റ തീമിലുള്ള സ്ട്രോബെറിയുടെ ആ ഒരു റിങ്ങും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും നമ്മളൊന്ന് സെല്ലോ ടേപ്പ് വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ സ്ക്വിഷി പാക്കറ്റ് റെഡിയാണ്. ഇനി നമുക്ക് ആ ബോക്സിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് ഇടുകയാണ്. ആദ്യം DIY സ്റ്റിക്കേഴ്സ് ചെറിയൊരു പാക്കറ്റിനകത്താക്കി ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കോഡ്സ്, ഓപ്പാൻ്റെ കോഡ്സ് ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി ഇടുന്നുണ്ട്. ആദ്യം ഞാനിത് ഒരു ഹാപ്പി ജാർ അല്ലെങ്കിൽ കോഡ് ജാർ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇതിനകത്ത് തന്നെ ഇടാമെന്ന്. പിന്നീട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പർപ്പിൾ റിബൺ കൊണ്ടുള്ള പേപ്പർ പിന്നു കൂടെ അതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബട്ടറിൻ്റെ റിങ്, പിന്നെ അതിനുശേഷം ബോക്സ് ഒന്ന് സെക്യൂർ ചെയ്ത് സെല്ലോ ടേപ്പ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുക്ക് മാർക്കൊക്കെ എടുത്ത് വെച്ചു. നമുക്കിനി അത് പാക്ക് ചെയ്യാം. അപ്പോൾ മെയിൻ ബ്ലൈൻഡ് ബാഗ് കവറിനകത്തേക്ക് നമ്മുടെ സ്ക്വിഷിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഗോൾഡൻ പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ബുക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിത്ര അടങ്ങുന്നതാണ് നമ്മുടെ ബ്ലൈൻഡ് ബാഗ് എന്ന് പറയുന്നത്. സാധാരണ ഒരെണ്ണമാണ് ഒരു സ്ക്വിഷി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊരു ബർത്ത്ഡേ സ്പെഷ്യൽ കൂടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് സെക്യൂർ ചെയ്തെടുക്കണം. ഇത് നേരത്തെ അത്ര പാടില്ല, കാരണം നമ്മുടെ പാക്കറ്റ് വലുതാണ്, പേപ്പേഴ്സ് കുറച്ചുകൂടെ കട്ടിയുള്ളതാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സെല്ലോ ടേപ്പ് 2 ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ
ഒന്ന് നേരായിട്ട് പിടിച്ച് നമുക്കൊന്ന് സെക്യൂർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ബ്ലൈൻഡ് ബാഗ് ഇവിടെ നല്ല സെക്യൂർഡാണ്. ഒന്നുകൂടെ ഒന്ന് റീഅഷ്വർ ചെയ്ത ശേഷം പാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെയും ലാസ്റ്റിലേക്ക് അത് വെച്ചിരുന്നതാണ്. സോ നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്ലൈൻഡ് ബാഗ് മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ആൻഡ് ഇതാണ് ഇതിൻ്റെ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.